ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് ഞാൻ മറ്റൊരു യൂട്യൂബ് വീഡിയോ കണ്ടു. വൺ മിസ്റ്റർ മോഹൻദാസ്, KG മോഹൻദാസ്. അദ്ദേഹം കേരളത്തിലെ മീഡിയയെ പറ്റിയും SDPI, അതേപോലെ തന്നെ കേരള മീഡിയയുടെ ചില പോളിസി ഡിസിഷൻ, അപ്പം അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആസ് എ ജേർണലിസ്റ്റ്. കാരണം അദ്ദേഹം പറഞ്ഞത് ബയസ്ഡ് അല്ലാതാണ്, കാരണം അൺബയസ്ഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത്. ഈ സമയത്ത് SDPIയുടെ ഇഷ്യൂ ഉണ്ടായി. കുറച്ച് കാലങ്ങളായിട്ട്, വളരെ വർഷങ്ങളായിട്ട് കേരളത്തിലെ വെർനാക്കുലർ മീഡിയ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചാനലാണെങ്കിലും ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും ചില യൂട്യൂബേഴ്സ് ആണെങ്കിലും ഏത് രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് അവർ കേരളത്തിലെ സാധാരണക്കാരായ ഇത് കാണുന്നവർക്ക് കൊടുക്കുന്നത്. മനസ്സിലാക്കിയത് ഫോർത്ത് എസ്റ്റേറ്റ് ആണ്, ബാർക്കിംഗ് ഡോഗ്, കുരയ്ക്കുന്ന പട്ടികൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. എന്താ കുരയ്ക്കുന്ന പട്ടികൾ എന്ന് പറയുന്നത്? കാരണം നായ്ക്ക് അറിയുകയില്ല ഇത് കള്ളനാണോ ആരാണോ, പക്ഷെ ആര് വന്നാലും കുരയ്ക്കും. അതാ ഫോർത്ത് എസ്റ്റേറ്റിനെ പറ്റി ബാർക്കിംഗ് ഡോഗ്സ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇത്രയും ഞാൻ ഡൽഹിയിലെ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, മലയാളം യൂട്യൂബ് അടുത്ത കാലത്ത് തുടങ്ങി കഴിയുമ്പോൾ കേരളത്തിൻ്റെ ഈ പൊളിറ്റിക്സും കേരളത്തിലെ മീഡിയയൊക്കെ ഞാൻ കാണുന്നതാണ്. പക്ഷേ ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം, ഞാൻ മലയാള പത്രങ്ങൾ വായിക്കാറില്ല. കാരണം അതിൻ്റെ റീസൺ ഞാൻ കൃത്യമായിട്ട് പറയാം. ഇതിനകത്ത് കാര്യമായിട്ട് ഒരു പ്രോപ്പർ റിപ്പോർട്ടാജ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി. അത് ഇല്ലാതായിട്ട് കുറച്ച് വർഷങ്ങളായി. അതിൻ്റെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതെങ്ങനെ പോയി, ഇതെങ്ങനെ നശിച്ചു. അതേപോലെ തന്നെ കേരളത്തിലെ ടെലിവിഷൻ ചാനൽ, ന്യൂസ് ചാനലുകൾ, അവരിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ റോഡ് ബ്ലോക്ക് എന്താണ്? എൻ്റെ വിശകലനമാണ്. നിങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റും, തള്ളിക്കളയാൻ പറ്റും, അതൊക്കെ നിങ്ങൾ ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. അതിനെപ്പറ്റി താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേരളത്തിലെ വടക്കൻ മലബാറിൽ നിന്നും തെക്ക് ഭാഗത്തോട്ട് വളർന്ന് പന്തലിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. കേരളത്തിലെ ഈ പറയുന്ന മത തീവ്ര ശക്തികളുടെ ഒരു അംബർലയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ആ അംബർലയുടെ താഴെയാണ് ഈ പറയുന്ന SDPI ആണെങ്കിലും PFI ആണെങ്കിലും മറ്റുള്ള ഇൻക്ലൂഡിങ് ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും അവരുടെ ന്യൂസ് പേപ്പർ ആണെങ്കിലും അവരുടെ ചാനലും. കാരണം ഇവരുടെ വലിയ അതായത് ഇവർക്കെല്ലാം വേണ്ട അൾട്ടിമേറ്റ് സഹായം ചെയ്തു കൊടുക്കുന്നത്, കാരണം പൊളിറ്റിക്കൽ സംഭവം, കാരണം അവർ കേരളത്തിൽ ഭരണപക്ഷിയാകുകയും പോവുകയും, കാരണം MLA-മാരൊക്കെ ഉള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അവർക്ക് MP-മാരുണ്ട്. അപ്പം ഈ അംബർലയുടെ താഴെ നിൽക്കുന്ന ഇതേപോലെയുള്ള മതതീവ്ര സംഘടനകളെ സഹായിക്കുന്ന മുസ്ലിം ലീഗിനെ പിണക്കുവാൻ കേരളത്തിലെ ഒരു മീഡിയയും തയ്യാറല്ല. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ചാനലുകൾക്കെല്ലാം കിട്ടുന്ന വ്യൂവർഷിപ്പ്, പത്രങ്ങളുടെ വ്യൂവർഷിപ്പ്, അതിൻ്റെ മാർക്കറ്റിംഗ്, അതായത് അതിന് കിട്ടുന്ന പരസ്യങ്ങൾ, അതിലേറ്റവും പ്രധാനം കേരളത്തിന് പുറത്തു നിന്നാണ്, അതായത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നാണ്. കാരണം ഈ പത്രത്തിന് ശരിക്കും അവിടെ സർക്കുലേഷനുണ്ട്, ഇതിന് ഡിജിറ്റൽ സർക്കുലേഷനുണ്ട്. ഇതെല്ലാം പോകുന്ന ദുബായ്, മിഡിൽ ഈസ്റ്റ്, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളിൽ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇവിടെ ഇഷ്ടംപോലെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലുള്ള വടക്കൻ മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അപ്പം ഇവരുടെ വരുന്ന സാമ്പത്തിക, അതായത് അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും ഡിജിറ്റൽ ഇതാണെങ്കിലും പരസ്യമാണെങ്കിലും ഇതെല്ലാം മുഴുവനും ഇവരുടെ കൺട്രോളിലാണ്. ഈ കൺട്രോൾ മാറ്റാൻ, ഈ കൺട്രോളിനെ ബ്രേക്ക് ചെയ്യുവാൻ കൊട്ടിയാഘോഷിക്കുന്ന കൊട്ടാരക്കര സ്വദേശിയായ ശ്രീകണ്ഠൻ നായർക്കൊന്നും കഴിയത്തില്ല. ചുമ്മാ പറയുന്ന ഇയാൾ, ഞാൻ തെളിവ് ഉൾപ്പെടെ പറഞ്ഞുതരാം. കാരണം ഇദ്ദേഹം തൃശ്ശൂരുകാരനായ അയ്യപ്പൻകുട്ടി എന്ന് പറഞ്ഞ ആളുമായിട്ടൊരു
സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ട് ഈ അയ്യപ്പൻകുട്ടി എന്നോട് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അയാൾ ഇതിനകത്ത് പുള്ളിയോട് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷേ എനിക്കിത് പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇവർക്ക് ഈ പറയുന്ന നമ്മുടെ അരുൺ കുമാറിനോ ഈ പറയുന്ന ഏഷ്യാനെറ്റിനോ മനോരമയ്ക്കോ മാതൃഭൂമിക്കോ ഇതിനെ ഖണ്ഡിച്ച് അവർക്കൊരു കാരണവശാലും എഡിറ്റോറിയൽ പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ പറയുന്ന മിനി പാകിസ്ഥാൻ രീതിയിലുള്ള ഇതേപോലുള്ള ആൻറ്റി ഇന്ത്യ സാധനങ്ങൾ ഇത്രയും വളരുന്നതിൻ്റെ കാര്യം. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇവർക്ക് SDP-ക്കെതിരെ കാര്യമായിട്ട് എഴുതാൻ പറ്റത്തില്ല, അവർക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റത്തില്ല. കാരണം ഇവർക്കൊക്കെ വെൽ കണക്റ്റഡ് ആണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ പല ബിസിനസ്സുകാരുമായിട്ടും കേരളത്തിലെ ഇസ്ലാമിക വിശ്വാസത്തിലുള്ള ബിസിനസ്സുകാരുമായിട്ട് ഇവരുടെ ബന്ധം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഇവരുടെ താളത്തിന് വേണ്ടി തൂളുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ പറയാം, കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം നശിച്ചു പോകും പൂർണ്ണമായിട്ടും. ഇവർക്കിപ്പം ഡ്രഗിനെ പറ്റി ഇവർ ഈ കാണിക്കുന്നതൊക്കെ ആക്ടിവിറ്റീസ് ചുമ്മാതാണ്. ഇവർക്ക് ഡീപ്പായിട്ട് കയറി ഡ്രഗുമായിട്ട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ നല്ല പോലെ ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഒരു തെളിവ് പറയാം. കോഴിക്കോട് പന്നിയങ്കരയുള്ള സംഭവം ഇവിടെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ് അവർ എൻ്റെ റിപ്പോർട്ടർ വലിയ ഭയങ്കരമായിട്ട് കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന കിരൺ എന്ന് പറഞ്ഞൊരു സബ് ഇൻസ്പെക്ടർ ഡ്രഗിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി 40 കേസുകൾ ഒരു മാസം രജിസ്റ്റർ ചെയ്തു. ഗ്രേറ്റ്. അവിടെ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി സമരമുണ്ടായി. CPM-ൻ്റെ നേതൃത്വത്തിൽ സമരമുണ്ടായി, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരമുണ്ടായി. ഈ സമരത്തിനകത്ത് പങ്കെടുത്ത CPM-ൻ്റെ, കാരണം ഇൻ ഡീറ്റെയിലാണ്, കേരള പോലീസിനെ അകത്തു നിന്നിട്ട ഡീറ്റെയിലാണ്, അതിന് പങ്കെടുത്തതിൽ 90% അവിടെയുള്ള പ്രത്യേക മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ESIയെ മാറ്റം ഇത് ഡ്രഗിനെതിരെ, കാരണം ഡ്രഗ് ഇയാൾ മുക്കി. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലേ ഇത് യഥാർത്ഥത്തിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ആരാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? കേരളം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി, കേരളത്തിൻ്റെ പ്രതിപക്ഷമായ പൊളിറ്റിക്കൽ പാർട്ടി. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം വോട്ട് ബാങ്ക്, പിന്നെ മതം. ഇവരെ പണക്കാൻ പറ്റത്തില്ല. ഇതിന് വേർത്ത അംബ്രല പോലെയുള്ള ആ സപ്പോർട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഉറപ്പായിട്ടും ലീഗിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ സപ്പോർട്ട്, അതിലെ പ്രതിപക്ഷത്തിൻ്റെ സപ്പോർട്ട്, പ്രധാന പാർട്ടിയായ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട്. ഇത് തന്നെയാണ് സ്വർണ്ണ കച്ചവടത്തിൽ സംഭവം ഉണ്ടായത്. എടുത്തു നോക്കി എന്താണ് സംഭവിച്ചത് അൾട്ടിമേറ്റ്ലി. കാരണം ഇതുമായിട്ടെല്ലാം വെൽ കണക്റ്റഡ് ആണ് ഈ പറയുന്ന സംഭവം. അതാണ് ഈ പറയുന്ന അംബ്രല ഓർഗനൈസേഷൻ. അവർ തന്നെയാണ് സപ്പോർട്ട്. ഇതിൻ്റെ ക്ലച്ച് പിടിച്ച് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എവിടാ ചെന്ന് നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഈ ഡ്രഗിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ്റൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. പോലീസിൻ്റെ കൈ രണ്ടും കെട്ടിയിരിക്കുകയാണ്. കാരണം പോലീസ് എന്ത് ചെയ്യാൻ സാധിക്കും? എവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ആൾക്കാരെ എൻ്റെ പ്രതികളായിട്ട് വരുന്നത്. ഗോൾഡിൻ്റെ കാര്യത്തിൽ ഇവരാണ് പ്രതിയായിട്ട് വരുന്നത്. ഇതിനെപ്പറ്റി ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലച്ചെ കയറി പിടിക്കും. CPM എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് കയറി ആ പാർട്ടിക്കകത്ത് തന്നെ ഇവർ കയറി ക്ലച്ച് പിടിച്ചു. പിന്നെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ഏജൻസി ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? ഞാനീ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് മീഡിയയും ചെയ്യുന്നത്. മീഡിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം മീഡിയയുടെ പരസ്യം കുറേ. കാരണം ഓരോ മീഡിയയും പറയുന്നത്, ഇൻക്ലൂഡിങ് നമ്മുടെ 24 ന്യൂസ്, ഒരു 1000-1500 കോടിയുടെ കമ്പനിയാണ് പറയുന്നത്. കാരണം അവർ പറഞ്ഞത് അത് മതി അവർക്ക്. കാരണം ഇതൊന്നും പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ മലയാളികൾക്ക് ഇത് മതി. ഈ തുള്ളിച്ചാട്ടവും ഗുഡ് ബൈയും ഈ പറയുന്ന തിരിയും തമാശയും മതി. അവർക്ക് ഹാർഡ് കോർ ജേർണലിസം എന്ന് പറഞ്ഞ സാധനം താല്പര്യമില്ല. ഇതാണ് എൻ്റെ ഇഷ്യൂ. കാരണം അവർക്ക് മിഡിൽ ഈസ്റ്റെ പടക്കാൻ പറ്റത്തില്ല. അവിടെ വ്യൂവേഴ്സ് ഉണ്ട്, അവരുടെ മാർക്കറ്റിംഗ് ഉണ്ട്, അവിടുന്ന് പണം വരും. അവർക്ക് ഇന്ത്യയിലെ കേരളത്തിലെ വടക്കൻ ഭാഗത്ത് അവരെ പടക്കാൻ പറ്റത്തില്ല. അത് പ്രബലമായ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ പടക്കാൻ പറ്റത്തില്ല. അത് ടെററിസം ആണെങ്കിലും ഡ്രഗ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഇന്ത്യ നശിപ്പിക്കുന്ന സാധനമാണെങ്കിലും അനങ്ങാൻ പറ്റത്തില്ല. ഇതാണ് സംഭവം. ഇപ്പം ജാസ്മിൻ ഷായുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ യൂട്യൂബറെ പറ്റി ഒരു വാക്കും മിണ്ടിയില്ല. പക്ഷെ അദ്ദേഹം ഈ പഴയ നിലയിൽ നിങ്ങൾ കേരളം മുഴുവനും കേസുകളായി, ഇന്ത്യ മുഴുവനും കേസുകളായി. കാരണം അബദ്ധം വിളിച്ചു പറഞ്ഞ് മുഴുവനും കേസായി.
ഇനി പുള്ളിക്ക് ഈ കേസുകളിൽ നിന്ന് ഊരുക എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ സംഭവം. അപ്പം അതിനുവേണ്ടി സോഫ്റ്റായിട്ട് അങ്ങ് മാറി. സോഫ്റ്റായിട്ട് മാറണം. പേടിച്ചു. ഈ മനുഷ്യനേക്കാളും ഈ സാധനം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. എനിക്കെന്താ പുള്ളി പേടിയില്ലാത്തത്? ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ് പല സംസ്ഥാന ഗവൺമെൻറ് പിടിച്ച് ഞാൻ വരട്ടിയതല്ലേ. എനിക്കെതിരെ കേസുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് പേടിയില്ലാത്തത്? കാരണം ഞാൻ പറഞ്ഞതൊന്നും തെറ്റായിരുന്നില്ല, ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. എനിക്കത് ഫർദർ കോർട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ് എവിടെയും പോയി ഒളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അറസ്റ്റ് ചെയ്യുമോ, ഞാൻ തെളിയിച്ചോളാം. ഇന്ത്യക്കാരനായി എനിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോടും ഇന്ത്യയിലെ കോടതിയോടും വിശ്വാസമുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് തെറ്റല്ല. കാരണം എനിക്കത് തെളിയിക്കാൻ പറ്റും. കാരണം ഇവിടെ മറ്റുള്ളവർക്കൊക്കെ ഈ സംഭവത്തിൽ ഇത്രയും ഭയത്തിൻ്റെ കാര്യം എന്താ? അവർക്കറിയാം ഈ ചാനലിൽ ഇവരൊക്കെ ഓടിപ്പോകുന്നത് ഇവരുടെ പണം കൊണ്ടാണ്. ഇവരാണ് ഇവരുടെ ഗോഡ് ഫാദർ. ഇവർ പറഞ്ഞേ മുന്നോട്ട്, ഇവരുടെ അനുസരണയോടുകൂടി ഒരു കുട്ടിയായിട്ട് മാത്രമേ മീഡിയയ്ക്ക് പോകാൻ പറ്റൂ. ഇവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇവർ പറഞ്ഞനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഇതിനെപ്പറ്റിയാണ് ഡിബേറ്റ് ചെയ്യേണ്ടത്. അതായത് ഭയക്കുന്ന മീഡിയ, ഭയക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഭയക്കുന്ന ഭരണകൂടം ആരെയാണ്? അതായത് ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു കൂട്ടത്തെ. ഇത്രയും ഭയത്തിൻ്റെ ആവശ്യം എന്തുവാ? എനിക്ക് നാളെ 1000 കോടിയുടെ 5000 കോടിയുടെ കമ്പനിയൊന്നും എനിക്ക് ഉണ്ടാക്കണ്ട. എനിക്കറിയാം ഇത് ചെയ്യാൻ. പക്ഷെ അതിനുള്ള തൻ്റെ ഇടവും ധൈര്യവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കാരണം അത് പഠിച്ചിട്ടാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കേരളത്തിലെ മുൻ ഹൈക്കോടതി ജഡ്ജ് കമാൽ പാഷ, അദ്ദേഹം ഹിസ്ബുള്ളയെ പറ്റി ഇപ്പോൾ വളരെ സ്നേഹമുള്ള സെക്കൻഡ് അവരെ പറ്റി അദ്ദേഹം സൗദി അറേബ്യയിൽ നടത്തിയൊരു വീഡിയോ ഞാൻ കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് കേരളത്തിലുള്ളവർ ഇതൊക്കെ കണ്ടു കാണും, മീഡിയക്കാർ കണ്ടു കാണും. ആരെങ്കിലും വിളിച്ച് അയാളോട് ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇതവിടെ പോയി പറയേണ്ടത് ഈ പറയുന്ന സംഭവങ്ങൾ, അതായത് ഹിസ്ബുള്ളയെ പെയിൻ്റ് അടിച്ച് അതിനെ അങ്ങ് വിശുദ്ധനാകാൻ തെറ്റാണോ? ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവം പിടികിട്ടി. ഞാൻ അയാൾക്കെതിരെ അയാളുടെ പേരുൾപ്പെടെ അയാളെ വളരെ മോശമായിട്ട് അങ്ങ് വലിച്ചു കയറി. ഇനി കമാൽ പാഷ എന്ന് പറഞ്ഞ ഹൈക്കോടതി ജഡ്ജി അല്ല, സെർവിങ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ഞാൻ പറയും. കാരണം എൻ്റെ രാജ്യത്ത് അതിന് എനിക്കുള്ള ഫ്രീഡം എൻ്റെ രാജ്യം എനിക്ക് തന്നിട്ടുണ്ട്. അതിന് ഒരു പുല്ലന്മാരും എന്നെ ഒരു കോപ്പും ചെയ്യാനില്ല. അതാ പറയൂ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അത് സെർവിങ് ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ഞാൻ പറയും, തെറ്റാണെങ്കിൽ തെറ്റാണ്, നീ കാണിച്ച തെറ്റാണ്, നീ പറയുന്നത് തെറ്റാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം നീ പറയുന്ന തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാൻ, ആർക്കെതിരെയും പറയാൻ, അതെല്ലാം സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ്. കേരളത്തിൽ ഈ കാണിക്കുന്ന പരിപാടികളെല്ലാം കാലെ പിടിച്ച് നക്കുകയും അതേപോലെ തന്നെ ഇവന്മാരുടെയൊക്കെ പണവും മേടിച്ചിട്ടു ഭയങ്കര ഗോസായിമാർ കളിക്കുന്നത്. ആ മീഡിയ സംസ്കാരത്തെ മലയാളികൾ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ കേരളം എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും സമാധാനത്തോട് ജീവിക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമല്ലാതായി മാറും. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.